നമസ്കാരം. എന്തായാലും കടിച്ചതും പിടിച്ചതുമൊക്കെ പോയി എന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും. മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടി വഖഫ് ബോർഡിന്റെ വകതിരിവില്ലാത്ത നിലപാടിനൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ന്യൂനപക്ഷങ്ങളുടെ ചുക്കാൻ കേന്ദ്രം പിടിച്ചു വാങ്ങി. ഇനി ന്യൂനപക്ഷങ്ങളെ കുറിച്ചോർത്ത് കള്ളക്കരച്ചിൽ നടത്താൻ പിണറായിക്ക് കഴിയില്ല. മുനമ്പത്തെ വഖഫ് ഭൂമി വർഷങ്ങളായി ഭൂമി വില കൊടുത്തു വാങ്ങി താമസിക്കുന്നവർക്ക് സ്വന്തമാകാൻ വഴിയൊരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഇടപെടലാണ് ഫലപ്രദമായത്. നിയമം വഴി ഭൂവുടമകൾക്ക് അവകാശം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. പതിറ്റാണ്ടുകളായി മുനമ്പത്തെ സാധാരണക്കാരുടെ വകയാണ് അവരുടെ ഭൂമി. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണ് NDA നേതാവ് ഷോൺ ജോർജ് കേന്ദ്രമന്ത്രിയെ കണ്ടത്. രാജീവ് ചന്ദ്രശേഖറും കിരൺ റിജിജുവും ഒരേ ക്യാബിനറ്റിൽ മന്ത്രിമാരായിരുന്നു. കിരൺ റിജിജു വിചാരിച്ചാൽ തീരാവുന്ന വിഷയമാണ് മുനമ്പത്തുള്ളത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നിയമനിർമ്മാണത്തിലുള്ള കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് പിണറായിക്ക് ക്രൈസ്തവ സഭകളുടെ തിണ്ണയിൽ കയറാൻ പോലും അനുവാദം നിഷേധിക്കപ്പെടുമെന്ന് ചുരുക്കം. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ ഇതിന്റെ അനുരണനങ്ങൾ കാണാനാകും. അതിനിടെ ചാവക്കാട് ഒരുമനയൂർ വില്ലേജിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് നൽകിയിരുന്നു. പൊന്നാനി താലൂക്കിൽ സാമൂതിരിയുടെ പണ്ടാരം വഴി 1910 പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തി കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ വീട്ടുകാർക്ക് ഉൾപ്പെടെയാണ് വഖഫിൽ നിന്ന് കുടിയിറക്ക് നോട്ടീസ് കിട്ടിയത്. കോട്ടമ്മൽ ബാലകൃഷ്ണൻ, നീലാങ്കാവിൽ ഫ്രാൻസിസ്, മരക്കാർ ഇബ്രാഹിം, ചെട്ടിക്കുളം രാമു, മൂത്തേടത്ത് ബാഹുലേയൻ തുടങ്ങിയവർ സ്ഥലം MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി മുനമ്പത്തുള്ള കർഷകരുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവകാശമാണ് അവിടുത്തെ ഭൂമി. അവിടെ നിന്ന് അവർക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ലെന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. കേന്ദ്ര വഖഫ് ഭേദഗതി നിയമം പാസ്സാകുന്നതോടെ മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി സ്വന്തമാകുന്ന സാഹചര്യമുണ്ടാകും. നിയമം വഴിയല്ലാതെ മറ്റൊരു വിധത്തിലും ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമില്ല. മുനമ്പത്തേതുപോലെ സംഭവമല്ല, ഇത് രാജ്യത്തെമ്പാടുമുള്ളതാണ്. പ്രശ്ന പരിഹാരത്തിന് നിയമനിർമ്മാണം തന്നെ വേണം. അതാണ് സർക്കാർ വഖഫ് ബില്ലായി കൊണ്ടുവരുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഈ നിയമം പാസ്സാകും. അതുവഴി മുനമ്പം ജനത പൂർണ്ണ സംരക്ഷിതരാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കോൺഗ്രസ് കൊണ്ടുവരികയും ഭേദഗതികളിലൂടെ ഭരണഘടനയേക്കാൾ ഉപരിയായ സ്ഥാനം കൊടുക്കുകയും ചെയ്ത വഖഫ് നിയമത്തിലെ കിരാതമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യാനുള്ള നിയമത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി എതിർത്തിരുന്നു. തുടർന്ന് ഇവരുടെ പിടിവാശി മൂലം ബിൽ പാർലമെന്ററി സമിതിക്ക് വിട്ടു. ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഇത് പിണറായി വിജയൻ മന്ത്രിസഭയുടെ സംഭാവനയുമായിരുന്നു. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഞായറാഴ്ച മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നു. ഇന്നലെ പാലക്കാട് രൂപതയുടെ ഐക്യദാർഢ്യം അറിയിക്കാൻ രൂപതയിലെ വിവിധ സംഘടനാ പ്രതിനിധികളോടൊപ്പം പാലക്കാട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കൽ മുനമ്പം സമരപ്പന്തലിലെത്തി. ഇത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടെ ജനവിധിയെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയിലാണ് ഇടതു വലതു മുന്നണികൾ. പാലക്കാട്ടെ ഏകദേശം 8000-ഓളം ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കും വിധി നിർണയിക്കുക എന്നിരിക്കെ വഖഫിൽ അനുനയ ശ്രമങ്ങൾക്കായി അരമനയിൽ എത്തുന്ന നേതാക്കന്മാരുടെ എണ്ണം ഏറുകയാണ്. എന്നാൽ നിയമനിർമ്മാണം ഉടനെ എന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഇടതു വലതു മുന്നണികളെ പ്രതിസന്ധിയിലാക്കി. 1995-ലും 2013-ലും വഖഫിൽ നടത്തിയ ഭേദഗതികളാണ് ഇപ്പോൾ ഏറ്റവും ദോഷകരമായി മാറിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മുൻകാലങ്ങളിൽ ഭരണഘടനാ വിരുദ്ധ ഭേദഗതികൾ കൊണ്ടുവന്നവർക്ക് ഭരണഘടനാ വിധേയമായ ഭേദഗതിയെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ച നിലപാടെടുക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് പറ്റിയ പാളിച്ചയാണിത്. കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികളെ ഇടതുമുന്നണി സർക്കാർ ഇതുവരെയും എതിർത്തിട്ടില്ല. കാരണം ഇടത് വലതു മുന്നണികളുടെ വോട്ട് ബാങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനാണ് ഭൂരിപക്ഷം. മുനമ്പം വിഷയത്തിൽ സർക്കാരിന് പറയാനുള്ളത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുനമ്പം ജനതയ്ക്ക് അവകാശമുണ്ട്. എന്നാൽ സർക്കാരിന്റെ മൗനം തുടരുകയാണ്. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ല എന്ന് ആവർത്തിക്കുന്നതിൽ കാര്യമില്ല. മുനമ്പം ജനതയ്ക്ക് അവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശം സ്ഥാപിച്ച് നൽകലാണ് അടിയന്തര ആവശ്യം. മുനമ്പം പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തെ വില കുറച്ചു കാണുന്നില്ല. പക്ഷേ ആ ചർച്ചയിൽ മുനമ്പത്തിന്റെ പ്രതിനിധികൾ കൂടി ഉണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണം.
വഖഫ് വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണം. കോടതിയിൽ സർക്കാരിന്റെ നിലപാട് പ്രസക്തമാണ്. അത് സത്യത്തിനും നീതിക്കും അതിജീവനത്തിനായി സമരം ചെയ്യുന്ന ജനതയ്ക്കുമൊപ്പമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഉറപ്പാക്കണം. പിണറായി സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നറിയാതെ ഉഴലുകയാണ്. കാരണം ക്യാബിനറ്റിലെ ശക്തനായ മന്ത്രി മുഹമ്മദ് റിയാസിന് വഖഫ് ബോർഡിനൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. ന്യൂനപക്ഷ കാര്യം അബ്ദുൾ റഹ്മാന്റെ കയ്യിലാണെങ്കിലും തീരുമാനങ്ങൾ വരുന്നത് റിയാസിന്റെ ഓഫീസിൽ നിന്നാണ്. ന്യൂനപക്ഷത്തിന്റെ മന്ത്രിയെങ്കിലും അഭിപ്രായങ്ങൾ കൊണ്ട് സമൂഹത്തിൽ മന്ത്രി അബ്ദുൾ റഹ്മാൻ ചെറുതാകുന്നുവെന്നാണ് ആക്ഷേപം. നീതിക്ക് വേണ്ടിയുള്ള സാധാരണ മനുഷ്യരുടെ സമരത്തെ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് കൊന്നുകളയാമെന്ന് മന്ത്രി എന്നല്ല ഒരു വ്യക്തിയും ധരിച്ചേക്കരുത്. അപക്വമായ ചില നിലപാടുകൾ ഏതെങ്കിലും ഒരു മന്ത്രി സ്വീകരിച്ചാൽ തിരുത്താനുള്ള ജാഗ്രത മുഖ്യമന്ത്രി കാണിക്കണം. എന്നാൽ അതുണ്ടാകുന്നില്ല. മുനമ്പം ഭൂമി പ്രശ്നമല്ല, അതൊരു നിയമ പ്രശ്നമാണെന്ന നിലപാടാണ് പാലക്കാട് രൂപത ആദ്യം മുതൽ സ്വീകരിച്ചത്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരുന്നത്. അത് വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ വഖഫ് ഭൂമി അല്ലെങ്കിൽ മുനമ്പം വിഷയം പരിഹരിക്കാൻ വഖഫ് ബോർഡിന് സർക്കാർ പകരം ഭൂമി നൽകുന്നത് പ്രതിപക്ഷം അംഗീകരിക്കുമോ? ഇത് വ്യക്തമാക്കേണ്ടതാണ്. ഇത് ഒരു നിയമപ്രശ്നമാണെങ്കിൽ മുനമ്പത്തെ ഭൂമിക്ക് പകരം ഭൂമി നൽകിയാലും പ്രശ്നം പരിഹരിക്കപ്പെടുമോ? നിലവിലുള്ള ഭേദഗതിയുടെ കരളിൽ എന്ത് ഭരണഘടനാ വിരുദ്ധതയാണ് ഉള്ളതെന്നും ബില്ലിനെ എതിർത്ത ഇരു മുന്നണികളും പൊതുസമൂഹത്തോട് വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വഖഫ് ഉയർത്തിവിട്ട കൊടുങ്കാറ്റിനെ തണുപ്പിക്കാൻ നിയമം നിയമിച്ചവർക്കും നിലവിലുള്ള നിയമത്തെ അതേപടി സംരക്ഷിക്കണമെന്ന വാശി പിടിക്കുന്നവർക്കും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തിലെ ചില ജീർണതകളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവരെ വർഗീയവാദികളാക്കി നിശബ്ദരാക്കി കളയാമെന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്ന് മന്ത്രിയെ ആയുധമാക്കുന്നവരും തിരിച്ചറിയണം. മുനമ്പം വെറുതെ ഊതിവീർപ്പിച്ച ഒരു വികാരമല്ല, ഒരു ജനതയുടെ അതിജീവന പോരാട്ടത്തിന്റെ വ്യതയും വിയർപ്പും പുരണ്ട മണ്ണിന്റെ ഉയിരാണ്. ആ കാറ്റിന് കണ്ണീരിന്റെ നനവും ആ മണ്ണിന് വിയർപ്പിന്റെ ഉപ്പുമുണ്ട്. മുനമ്പം നിവാസികൾക്ക് പാലക്കാടൻ ജനതയുടെ ഐക്യദാർഢ്യം. ബി.ജെ.പിയുടെ മുനമ്പം അധിനിവേശത്തിൽ ആകെ ഭയപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. ഉപതെരഞ്ഞെടുപ്പിനിടയിൽ തന്നെയാണ് മുനമ്പം വന്നു കയറിയത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പിണറായിക്ക് കഴിയുന്നില്ല. പാർട്ടിയും സർക്കാരും ഒപ്പമില്ലെന്ന് പിണറായിക്ക് അറിയാം. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പ്രവണത നിരന്തരം കാണിക്കുന്നത് പിണറായി സർക്കാർ തന്നെയാണ്. ഒരു ന്യൂനപക്ഷ മന്ത്രി സർക്കാരിനുണ്ടെങ്കിലും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ ഒന്നും ഇടപെടാറ് പോലുമില്ല. ഇലക്ഷൻ വന്ന് തലയിൽ കയറിയപ്പോഴാണ് ഒരു മനയൂരിൽ കുടിയിറക്ക് നോട്ടീസ് നൽകിയത്. വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങളിൽ തനിക്ക് ഇടപെടാനാവില്ലെന്നാണ് മന്ത്രിയുടെ തീരുമാനം. വഖഫ് ബോർഡ് മന്ത്രിക്ക് കീഴിലുള്ള ഒരു ബോർഡ് മാത്രമാണ്. അൻവർ മറുകണ്ഠം ചാടിയതോടെ മുസ്ലിങ്ങളെല്ലാം വലതുപക്ഷക്കാരായി എന്ന് ധരിച്ച പിണറായി വിജയൻ പറ്റിയ പുതിയ തന്ത്രമാണ് ക്രൈസ്തവരെ ആകമാനം ശത്രുപക്ഷത്താക്കിയത്. എറണാകുളം ജില്ലയിലെ മുനമ്പം ചെറായി ഭാഗത്തെ നിർധനരായ ജനങ്ങൾ 1.5 നൂറ്റാണ്ടിന് മുമ്പ് വിലയ്ക്ക് വാങ്ങി ജീവിച്ചു പോന്ന ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താൻ വഖഫ് ബോർഡിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ. മുനമ്പം മോഡൽ വിജയിച്ചാൽ ഇതര മതസ്ഥരുടെ ഭൂമി മുസ്ലിങ്ങൾക്ക് എഴുതി നൽകാമെന്നാണ് പിണറായിയുടെ വാഗ്ദാനം. ഭാവി മുഖ്യമന്ത്രിയായ മരുമകന്റെ ആഗ്രഹവും സർക്കാരിന്റെ വഖഫ് തീരുമാനത്തിലുണ്ട്. ഇതിനെതിരെ സീറോ മലബാർ ഉൾപ്പെടെ വിവിധ സഭകൾ രംഗത്തെത്തി കഴിഞ്ഞു. വഖഫ് ബോർഡിന്റെ പരിധിയില്ലാത്ത അധികാരങ്ങൾ തടയാനും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇല്ലാതെയാക്കാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ സീറോ മലബാർ സഭ അൽമായ ഫോറം സ്വാഗതം ചെയ്തതോടെ വെളുക്കാൻ തേച്ചത് പാണ്ടായ മട്ടിലാണ് കാര്യങ്ങൾ. അൻവറിലൂടെ മുസ്ലിങ്ങൾ അകന്നപ്പോൾ വഖഫിലൂടെ അകന്നത് ക്രിസ്ത്യാനികളാണ്. എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയുടെ വടക്ക് കടലിനോട് ചേർന്ന മുനമ്പം ചെറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ 1989 മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 1000-ഓളം ആധാരങ്ങളും വിവിധ മതസ്ഥരും ഉൾപ്പെട്ട 600-ൽ പരം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ട് 5 വർഷത്തോളമായി. വില കൊടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വെറും കൈയോടെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഗതികേടിലാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ. കേട്ടുകേൾവിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ജീവിക്കാനും സ്വത്തുക്കൾ നിയമാനുസൃതം ആർജിക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡ് അവകാശവാദങ്ങൾ ഉയർത്തി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ചെറായി മുനമ്പം പള്ളിക്കൽ പ്രദേശത്തെ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ചരിത്രം ആരംഭിക്കുന്നത് 1902-ലാണ്. അക്കാലത്ത് തിരുവിതാംകൂർ രാജാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൾ സത്താർ മൂസ ഹാജി സേട്ടിന് 404 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളക്കെട്ടും
കൃഷി ആവശ്യത്തിന് പാട്ടത്തിനായി കൊടുക്കുകയുണ്ടായി. അക്കാലത്തിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രദേശവാസികളായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഒഴിവാക്കിയായിരുന്നു പാട്ടം. ഇതിനെയാണ് പിണറായി വഖഫ് ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുരൈ ഗ്രാമത്തിന്റെയും ഗ്രാമനിവാസികളുടെയും പ്രതിസന്ധി ഒരുപക്ഷെ വഖഫിനായി വാദിക്കുന്ന പ്രമുഖ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. 480 ഏക്കറുള്ള തിരുച്ചെന്തുരൈ ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണെന്നാണ് അവകാശപ്പെടുന്നത്. 3 തലമുറയായി ഗ്രാമത്തിൽ താമസിക്കുന്ന രാജഗോപാൽ എന്ന വ്യക്തി 2022 തന്റെ ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് വഖഫ് ബോർഡിൽ നിന്ന് നിരാക്ഷേപ പത്രം വാങ്ങണമെന്ന വിവരം അറിയുന്നത്. ഹിന്ദു ഭൂരിപക്ഷമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന 1500 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രഭൂമിയും വഖഫ് ഭൂമിയാണ് അത്രേ. 10 തലമുറയായി ആ ഗ്രാമത്തിൽ ജീവിക്കുന്നവർ പോലും അവിടെ ഒരു മുസ്ലിം കുടുംബം പോലുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പയറ്റിയ അതേ തന്ത്രം തന്നെയാണ് കേരളത്തിൽ പിണറായി നടത്തുന്നത്. ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യ മുതൽ മധുര കൃഷ്ണ ജന്മഭൂമിയും സോമനാഥ ക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും ഗുജറാത്തിലെ രുദ്രമഹാലയ ക്ഷേത്രവും അടക്കം സ്ഥിതി ചെയ്യുന്നത് വഖഫ് ഭൂമിയിലാണെന്നാണ് ബോർഡ് അവകാശപ്പെടുന്നത്. അയോധ്യയെ മോചിപ്പിക്കാൻ നൂറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടം വേണ്ടിവന്നു. ഇസ്ലാം മതം ജനിക്കുന്നതിന് മുമ്പേ സ്ഥാപിക്കപ്പെട്ട പുണ്യക്ഷേത്രങ്ങൾ നിലകൊള്ളുന്ന ഭൂമിയും വഖഫാണെന്ന് വാദിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇതിന്റെ പേരിൽ രാജ്യത്തെ വിവിധ കോടതികളിൽ നിയമ പോരാട്ടം നടക്കുകയാണ്. ഈ കെണിയിലാണ് പിണറായി വീണത്. നന്ദി.